മുരളിച്ചേട്ടനടുത്ത് ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തിരുപ്പതിക്ക് പോവാം. മുരളിച്ചേട്ടന് നല്ല പരിചയമുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മള് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു കള്ളി ഷർട്ടൊക്കെ ഇട്ട ആള് കയറി വരുന്നുണ്ട്. പുള്ളി സംസാരിക്കുന്നത് ഇതാണ്. അപ്പൊ യേതുവിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, അപ്പൊ ഇവരെ ഞാൻ കാരണമാണ് ഇവരും വരണത്. കാരണം ഞങ്ങള് സാധാരണ ഞങ്ങളുടെ വണ്ടിക്ക് തന്നെയാണ് സാധാരണ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതുപോലെ തന്നെ പോയതാണ്. അങ്ങനെയാണ് സാധാരണ പതിവ്. അപ്പൊ എനിക്കാണെങ്കിൽ ട്രെയിൻ യാത്ര വലിയ ഇഷ്ടമില്ലാത്തതാണ്. കാരണം ഒരു ഇൻസെക്യൂർ ആണ്. പിള്ളേരെ കൊണ്ടുപോകുമ്പോഴേക്കും എനിക്കത് ശരിയാവില്ല. അപ്പൊ ഞാനിങ്ങനെ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ ശ്രീ പാർവതി ട്രാവൽസ് എന്ന് പറഞ്ഞ ആളുണ്ട്, മുരളിച്ചേട്ടൻ നമ്മുടെ അടുത്ത സുഹൃത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് 3 കൊല്ലമായിട്ട് ഇപ്പൊ പുള്ളിയെ പരിചയമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയാണ് മുരളിച്ചേട്ടൻ, ഇന്ന ആളാണ് മുരളിച്ചേട്ടൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ എനിക്ക് മുരളിച്ചേട്ടനെ പല രീതിയിലും അറിയാം. വ്യവസായ ചേച്ചിയായിട്ട്, പിന്നെ ഇയാള് ഷെയ്ത്താണെങ്കിലും എന്റെ മരുമകന്റെ കൂടെ പഠിച്ചാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോണേ. എപ്പോഴും ഈ ബസ്സിന് പോവാം. അപ്പൊ ഞാനിത് എന്റെ ഒരു കണക്കൂട്ടൽ എന്തായിരുന്നു വെച്ചാല്, നമ്മളിപ്പോ ഈ ഓൺലൈൻ ബുക്കിംഗ് മുമ്പ് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ഒരു 1.5 മാസം മുമ്പ് നമ്മൾ ആധാറും മറ്റു സാധനമൊക്കെ തരണം, അന്ന് ഓരോ ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്ന രീതിയിലുള്ള പരിപാടികളായിരുന്നു. അതാണെന്നാണ് എന്റെ ഒരു ധാരണയായിരുന്നത്. അത് കഴിഞ്ഞ് ഇത് നമ്മളെ ഓഫീസിൽ നിന്ന് പെൺകുട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ടോക്കൺ ദർശനമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്കിതറിയില്ല ടോക്കൺ ദർശനം എന്താണെന്നുള്ളത് നമ്മളറിയില്ല. നമ്മൾ ഓൺലൈൻ മാത്രമേ ഞാൻ ഇന്നവരെ പോയിട്ടുള്ളൂ, എല്ലാവരും പോയിട്ടില്ല. ഞാൻ അവരോട് ചോദിച്ചത്, അവിടെ പോയി ഇടി കൊള്ളേണ്ടി വരുമോ, ഇത് പ്രശ്നമാവോ? കാരണം ഞാനും വൈഫും കൂടി പോകണമെന്നില്ല, നമുക്ക് ആരോടും സമാനം പറയണ്ട. ഇത് യാത്രകളിലവരെ കൂടി വിളിച്ചോണ്ട് വരികയാണ്. അവസാനം നമ്മളിത് മോശക്കാരനാവാൻ പാടില്ലല്ലോ. അവർ പറഞ്ഞു, അങ്ങനെയല്ല ചേട്ടാ, ഇത് ഞങ്ങളെല്ലാം ശനിയാഴ്ചയും പോകുന്നുണ്ട്, ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, നമ്മൾ ഗ്യാരണ്ടിയാണ്. അതായത് ദർശനം നമുക്ക് ഗ്യാരണ്ടിയാണ്. അല്ലെങ്കിൽ വെറുതെ പോയി മുട്ടയടിച്ച് വരാനായിട്ട് തിരുപ്പതി പോകേണ്ട കാര്യമില്ലോ, നമുക്ക് ഇവിടെ എവിടെ മുട്ടയടിച്ചാൽ പോരെ. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് എന്തായാലും എല്ലാവരും ഇങ്ങനെ പോകുന്നതാണ്, എല്ലാ ശനിയാഴ്ചയും പോകണം, ആർക്കും ഇങ്ങനെ കംപ്ലൈന്റ് ഒന്നുമില്ല, ശരി എന്നാ അങ്ങനെ ആവട്ടെ. അങ്ങനെയാണ് പിന്നെ അത് തീരുമാനിച്ചത്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ തിരുവനന്തപുരത്ത് ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഞാനും മേടിച്ചേട്ടനും കൂടി പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി ഞങ്ങൾ സാധാരണ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂട്ടിയിരുന്ന 40 പേരായിട്ട് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പോകാറുണ്ട് മുമ്പ് നേരത്തെ. അപ്പൊ അതിനുശേഷം മേടിച്ചേട്ടൻ മുടങ്ങിയിരിക്കുക, കുറെ കൊല്ലമായിട്ട് വന്നിട്ടില്ല. അത് വെറുതെ ഇങ്ങനെ മരിച്ചെടുത്ത് പോകുമ്പോഴാണ് കുറെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ തറവൂർ പാർട്ടിയുടെ അടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് പോകാൻ മേടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പുള്ളി ഇങ്ങനെ ഗ്യാരണ്ടിയാ പറയുന്നത്. എന്നാൽ ശേഷം ഒന്ന് വിളിച്ചു ചോദിക്കും, 2 സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ വണ്ടിയിൽ ഇരുന്ന് തന്നെ വിളിച്ചു ചോദിച്ചിട്ടാ ബുക്ക് ചെയ്യണത്, ഈ 2 പേർക്കുള്ളത്. അപ്പൊ എനിക്കറിയില്ല ഇത് എങ്ങനെ ആളെ കിട്ടുമോ, അല്ല ഇനി 2 സീറ്റ് കൊണ്ട് ഉണ്ടാവുമോ എന്താന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു 3-4 എന്റെ അനിയന്മാരെയും എല്ലാവരും കൂടി ഞാൻ ചിലപ്പോൾ കൂട്ടിയേനെ. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിൽ എന്തായാലും അവരെ കൂട്ടുറപ്പുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അങ്ങനെ പോയി നമ്മൾ ചെന്നു. ഈ പറഞ്ഞ പോലെ ഈ ടോക്കൺ ദർശനത്തിന്റെ കാര്യമൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ അറിയണത്. പോയി നിന്നു, നമ്മൾ മേടിച്ചു. പിന്നെ നമ്മൾ ഒരുമിച്ച് നമുക്ക് കിട്ടിയില്ല, അത് പോട്ടെ, കുഴപ്പമില്ല. എന്നാലും വിചാരിക്കാതെ നമുക്ക് അഷ്ടമരോഹിണിയായിട്ട്, ഞാൻ ചിറ്റൂർക്കാരനാണ്, ചിറ്റൂരപ്പന്റെ സ്വന്തം ആൾക്കാരാണ്. അപ്പൊ ചിറ്റൂരപ്പനെ വീട്ടിലുള്ള ഒരു കളിയില്ലേ, അഷ്ടമരോഹിണിക്ക് ചിറ്റൂര് ഇതുവരെ ഇല്ലാണ്ടിരുന്നിട്ടുമില്ല. അപ്പൊ ഇത്തവണ നമുക്ക് തിരുപ്പതി ഭഗവാന്റെ ഒപ്പം അഷ്ടമരോഹിണി നമുക്ക് ആഘോഷിക്കാൻ പറ്റി. നല്ല ഗംഭീരമായ ദർശനം, നല്ല തൃപ്തിയായ ദർശനം കിട്ടി. കാര്യം കുറച്ച് തെലുങ്കുമാരെ ഇടിയൊക്കെ ഉണ്ടെങ്കിലും അതിപ്പോ അവരെ നമുക്ക് കയറിയേക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഇതിൽ എനിക്കൊരു അഭിപ്രായം പറഞ്ഞു, കഴിഞ്ഞ ദിവസം മുരളിച്ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വേറൊരു രീതിയിൽ നമുക്ക് ആന്ധ്രാപ്രദേശ് ടൂറിസമായിട്ട് എന്തോ ഇത് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കൂടി ചെയ്യാം. എന്റെ അഭിപ്രായത്തിൽ അയച്ചു ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ 1200 രൂപ എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഒരാളും അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇല്ല. കാരണം നമുക്ക് അത്രയും സമയവും നമ്മുടെ ബാക്കിയുള്ള നമുക്ക് സൗകര്യമാണെന്നാണ് എനിക്ക്. അപ്പൊ അത് ആ വഴിയൊന്ന് നോക്കണം എന്നാണ് എന്റെ. 5500 രൂപ മുടക്കുന്ന ആൾക്ക് 1200 രൂപ വേണ്ടി മുടക്കിയെന്ന് വെച്ചാൽ ഇപ്പൊ അതിനിടെ 14,000 രൂപ എന്റെ പോക്കറ്റ് അടിച്ചു പോയ പൈസ. എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് അതിന്റെ കാർഡ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മളത് തിരുപ്പതിയിൽ മുടക്കി എന്നുള്ള രീതിയിലാണ് ഞാൻ കൂട്ടിയേക്കണത്. അല്ലെങ്കിൽ നമുക്കത് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോ ഭഗവാൻ, ഞാൻ ഒരു കച്ചവടക്കാരനാണ്, എനിക്ക് ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ പുള്ളി ഉണ്ടാക്കി തന്നുള്ളൂ, നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പൊ 1200 രൂപ നമ്മൾ അതിൽ മുടക്കിന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാവരും സേഫ് ആയിട്ടും പെട്ടെന്നായിട്ടും നമുക്ക് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാം, നമുക്ക് ദർശനം ഗ്യാരണ്ടി ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സജഷനും കൂടി എന്റെ കയ്യിലുണ്ട്. ഭക്ഷണം ബാക്കി കാര്യങ്ങൾ എനിക്ക് ഒന്നും പറയാനില്ല. നമ്മള് ഒരിക്കലും ഞാൻ എന്നെ പറഞ്ഞ് ഞാൻ പുറത്ത് പോയി ഒരാളുടെ അടുത്ത് ഒരു സ്ഥലത്തും ഭക്ഷണം കഴിക്കാറില്ല. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ, ഹോട്ടലിൽ നിന്ന് പോലും ഭക്ഷണം കഴിക്കാത്ത ആളാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നുണ്ട്, വണ്ടിയിൽ കൊണ്ടുവരുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കില്ല, നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിർബന്ധമുള്ള ആളാണ്. പക്ഷേ എനിക്കിതൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല.
വളരെ സന്തോഷം. എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന മാതിരി നമ്മളാ ഫസ്റ്റ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പരോച്ചോട്ടം കൂടി ഊണ് കഴിക്കുന്നവര് അതോടുകൂടി നിങ്ങളുടെ കയ്യിൽ വലയിൽ വീണ് കഴിഞ്ഞ് എനിക്ക് അതിൽ വേറെ പ്രശ്നം പറയാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിനി എന്തായാലും ഇപ്പൊ ഞങ്ങള് 5 മക്കളാ, 5 ചേട്ടനനിയന്മാരാ. ഞങ്ങളെല്ലാവരും തിരുപ്പതിക്ക് പോകുന്നവരാണ്. പിന്നെ വേറൊരു ടൂറിനും പോവാത്ത, അമ്പലങ്ങളല്ലാതെ വേറെ സ്ഥലത്തും ടൂർ പോകാത്ത ആൾക്കാരാണ്. അത് എല്ലാ വർഷവും തിരുപ്പതി പോകുന്നവരാ. അപ്പൊ അതിനിപ്പോ പോകുന്നത് എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെയാണ്. സന്തോഷം. ഇത് ഈ AP ടൂറിസത്തിന്റെ കാര്യം ഒന്ന് മനസ്സ് വെക്കാം കേട്ടോ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. കടത്തിയിരിക്കുവാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്ന് ഈ പ്ലേറ്റ് ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞത് എന്താണ് പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ ആയിട്ട് എന്താ ഉദ്ദേശം? പിന്നീട് മനസ്സിലായ ശരിക്കും നല്ലത് തന്നെയാണ് അത്. കാരണം നമുക്ക് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാവില്ല. നമ്മള് ഗ്ലാസ് പ്ലേറ്റ് കൊടുത്തിരുന്നതാണ്. നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് ആൾക്കാർ വാഷ് ചെയ്യണം കറക്റ്റാണ്. ഇത് അവനവന്റെ പ്ലേറ്റ് ആകുമ്പോൾ അവനവന്റെ ഗ്ലാസ് ആകുമ്പോൾ അവര് കറക്റ്റ് ആയിട്ട് വാഷ് ചെയ്യും, കഴിവ്. അത് മാത്രമല്ല പിന്നെ അവിടെ ഇവിടെ കിടക്കുക വലിച്ചെറിയില്ല. എന്തുകൊണ്ട് നന്നായി. പിന്നെ ദർശനമൊക്കെ എല്ലാവർക്കും ഭംഗിയായിട്ട് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും പോവുക. അത്രേ ഉള്ളൂ. സന്തോഷം.